സംസ്ഥാനം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അവസാന നിയമസഭാ സമ്മേളനം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഭരണമുന്നണിയായ ഇടതുപക്ഷം ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇന്ന് നമുക്കൊപ്പം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ചേരുന്നത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഒരുപാട് വികസനം അത് കൂടുതലും നടപ്പിലാക്കിയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. അടിസ്ഥാന വികസനമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷമായും അടിസ്ഥാന വികസനത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. അക്കാഡമിക് രംഗങ്ങളിലും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ മന്ത്രിക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ള നേട്ടങ്ങൾ? നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ച് ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യമാണ് നവവൈജ്ഞാനിക സമൂഹമായി കേരളത്തെ രൂപപ്പെടുത്തുക എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണത്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളതുകൊണ്ട് ആ മേഖലയെ മുൻഗണനാ മേഖലയായിട്ടാണ് സർക്കാർ കണക്കാക്കിയത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രയോറിറ്റി സെക്ടർ എന്ന നിലയിൽ ഈ കാലത്ത് ഈ 5 വർഷക്കാലവും ഗണ്യമായ ബജറ്ററി അലോക്കേഷൻസ് ഈ മേഖലയിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 4 വർഷക്കാലം തന്നെ 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ വിന്യസിച്ചത്. ഇതിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് വളരെ ദൂരം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും റൂസ പദ്ധതി ഉപയോഗിച്ചും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെ തന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ക്യാമ്പസുകളിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാഡമിക് കോംപ്ലക്സുകളും വളരെ സൗകര്യപ്രദമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും ഏറ്റവും മോഡേണൈസ്ഡായ ലൈബ്രറികളും വലിയ ഓഡിറ്റോറിയങ്ങളും ഒക്കെ പല രീതിയിൽ പല ക്യാമ്പസുകളിലായി വന്നു. അതൊക്കെ തന്നെ ഈ കാലത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയതാണെന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം തന്നെ നടന്നു. 2000 കോടിയിലേറെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സർവകലാശാലകളിലെ ലാബ് കോംപ്ലക്സുകൾ വളരെ മികവാർന്ന നിലയിൽ ഈ കാലത്ത് വികസിച്ചിട്ടുണ്ട്. അതുപോലെ കോമൺ കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റീസ്, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ലാബ് എക്യുപ്മെൻറ്റ്സ് വാങ്ങാനായിട്ട് 250 കോടിയിൽ പരം തുക നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതോടൊപ്പം തന്നെ അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കാനും വലിയ കഠിന പരിശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ നിലവിൽ വന്ന ആദ്യകാലം മുതൽ തന്നെ വിവിധ സർവകലാശാലകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഏകോപിത വേദി ഉണ്ടാക്കി സർവകലാശാല സാരഥികളുടെ യോഗം കൃത്യമായി വിളിച്ചു ചേർത്തുകൊണ്ട് അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. ആ ഏകോപിത പ്ലാറ്റ്ഫോമിൻ്റെ നേതൃത്വത്തിൽ അക്കാദമിക പ്രവർത്തനങ്ങളും അക്കാദമികേതര പ്രവർത്തനങ്ങളും സമയബന്ധിതമായിട്ട് ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ നടത്താനും കൃത്യമായി പരീക്ഷകൾ ഉൾപ്പെടെ നടത്തി റിസൾട്ട് റെക്കോർഡ് വേഗതയിൽ പ്രസിദ്ധീകരിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ സർവകലാശാലകളെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി സമഗ്രമായൊരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തയ്യാറാക്കി. കൂടുതൽ ആഴത്തിൽ ഗവേഷണാത്മക പഠനത്തിലേക്ക് പോകാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാരംഭഘട്ടത്തിൽ ഡിഗ്രി തലത്തിൽ തന്നെ അതിന് പ്രോത്സാഹനം നൽകുക. അങ്ങനെ ദ്വിമുഖമായൊരു സമീപനത്തോടു കൂടി കരിക്കുലം തയ്യാറാക്കി ആ കരിക്കുലത്തെ ആധാരമാക്കി 4 ഇയർ UG പ്രോഗ്രാം വിജയകരമായിട്ട് ലോഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം അത് കഴിയുമ്പോൾ 4ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് ഗവേഷണ ബിരുദം ഏതാണോ തീരുമാനിക്കാം, അവർക്ക് ആ വിഷയം തിരഞ്ഞെടുക്കാം, അങ്ങനെയല്ലേ? 3 വർഷം പൂർത്തീകരിച്ചാൽ ഒരു എക്സിറ്റ് ഉണ്ട്. സാധാരണ ഡിഗ്രി ആവശ്യമുള്ളവർക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാം. കൂടുതൽ കാതലായ കൂടുതൽ ഗൗരവപൂർണമായ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ തയ്യാറുള്ള, അതായത് പ്രവൃത്യുന്മുഖമായ രീതിയിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികളാണ് 4ാം വർഷവും തുടരുക. അവർക്ക് ഓണേഴ്സ് ബിരുദമാണ് ലഭിക്കുക. അത് ഒരു ഇൻ്റർനാഷണൽ പാരിറ്റിക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടിയും ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയുമൊക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ
അവർക്ക് 3 വർഷ ബിരുദം മാത്രമുള്ളപ്പോൾ 1 വർഷവും കൂടി അവിടെ പഠിക്കേണ്ടതായി വരും, അതല്ലെങ്കിൽ പരീക്ഷകൾ എഴുതേണ്ടതായിട്ടൊക്കെ വരും. 4 വർഷ ഡിഗ്രി പാറ്റേണാണ് ലോകമെമ്പാടും ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളും അതിലേക്ക് മാറുകയാണ് ചെയ്തത്. പ്രധാനമായും പ്രതിപക്ഷമൊക്കെ ഉയർത്തുന്ന ഒരു വിമർശനം, ആ വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് പുറത്ത് പോയി പഠിക്കേണ്ടി വരുന്നു, പുറത്തുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠനത്തിനായി പോകേണ്ടി വരുന്നു. അങ്ങനെയൊരു അവസ്ഥയാണ്. കേരളത്തിൽ യുവാക്കളില്ല, അതായത് പഠന സമയത്തുള്ള യുവാക്കളെ കിട്ടാനില്ല എന്നുള്ളതാണ്. ജോലിക്ക് വേണ്ടിയും പോകുന്നു, പഠനത്തിന് വേണ്ടിയും പോകുന്നു എന്നുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. നമ്മൾ ജീവിക്കുന്നത് ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിലാണ്. രാജ്യങ്ങളുടെ അതിർത്തി രേഖകൾ അപ്രസക്തവും അസംഗതവുമാകുന്ന ഒരു കാലമാണ് ഗ്ലോബലൈസേഷൻ്റെ കാലം എന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ചെറുപ്പകാലത്തുള്ള പോലെയല്ലല്ലോ ഇപ്പോൾ. എയർലൈൻസുകളുടെ അവൈലബിലിറ്റി വളരെയധികം വർദ്ധിച്ചു. പുത്തൻ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് IT മേഖലയിലൊക്കെ വളർച്ച ഉണ്ടാവുകയും ഇൻ്റർനെറ്റ് വികസിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുട്ടികൾക്ക് മറ്റ് രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങളും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാണ്. പിന്നെ എഡ്യൂക്കേഷണൽ ലോൺ എന്നുള്ളത് വളരെ കൗശലപൂർവ്വം തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ അവൈൽ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ കുട്ടികൾക്ക് പഴയ കാലത്തേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നടത്തിയ ശ്രമകരമായ ഇൻ്റർവെൻഷൻ്റെയൊക്കെ ഭാഗമായിട്ടും വിദേശ രാജ്യങ്ങളിൽ ചെന്ന വിദ്യാർത്ഥികൾ അവിടെ ദുരനുഭവങ്ങൾ നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ഇപ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷനാണ് നടക്കുന്നത്. അവരെ ഇവിടെ തന്നെ നിർത്താനും പുറത്തുനിന്നുള്ള കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാനും പറ്റുന്ന വിധത്തിൽ കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ ശാക്തീകരിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. നമ്മളതിന് വിജയിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം എന്താ, പുറത്തുനിന്നുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവസാന കാലങ്ങളിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ മറികടക്കാൻ അവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കുന്നു, അവരെ സഹായിക്കാനുള്ള സന്നദ്ധ സേവകരുണ്ടാവുന്നു. അങ്ങനെയുള്ള മാറ്റം പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു വയോജന ബില്ല് കൊണ്ടുവരുന്നത്. ഇതൊരു വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്. വയോജനങ്ങളെ പരിപാലിക്കാൻ പണ്ടത്തെ പോലെ കുടുംബാംഗങ്ങൾ അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറാണ്. ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അസിസ്റ്റൻസ് വയോജനങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചു എന്നുള്ള ഒരു അഭിമാനം തീർച്ചയായും ഈ സർക്കാരിന് സ്വന്തമാണ്. കാരണം ബെഡ് റിഡൺ ആയിട്ടുള്ള ഓരോ വയോജനങ്ങൾക്കും ഡൊമിസിലിയറി കെയർ കൊടുക്കാൻ തന്നെ പാകത്തിൽ പാലിയേറ്റീവ് ഗ്രിഡ് നമ്മൾ വികസിപ്പിക്കുകയാണ്. അത് വലിയൊരു പ്രവർത്തനം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ശ്രമകരമായ ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഒരുപാട് പ്രതിസന്ധികളും ഇതുപോലെ തന്നെ നേരിട്ടില്ല. അതായത് പ്രധാന പ്രതിസന്ധി ഉണ്ടാക്കിയത് ചാൻസലറാണ്, ഗവർണറാണ്. ഗവർണർ പല ഘട്ടങ്ങളിലും VC-മാരുടെ നിയമനത്തിൽ ഉൾപ്പെടെ മറ്റ് സർവകലാശാലകളുടെ ആഭ്യന്തര പ്രവർത്തന കാര്യങ്ങളിൽ അതിൻ്റെ ബോഡികളെ, സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഒക്കെ മറികടക്കാൻ സർക്കാരുമായി ഒരു ഘട്ടത്തിലും യോജിച്ചു പോകാത്ത വൈസ് ചാൻസലർമാരെ അവിടെ വെക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ഈ പ്രതിസന്ധികൾ ഇപ്പോഴും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഭരണം അവസാനിക്കാൻ പോയെങ്കിലും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലാണ് ചാൻസലർമാരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഈ കാലത്തുണ്ടായത്. യഥാർത്ഥത്തിൽ എല്ലാവരും നല്ല ടീം വർക്കായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയും കലാലയങ്ങളുടെയും ഗുണനിലവാര വർധനവിന് കഠിന പരിശ്രമം തന്നെ നടത്തിയൊരു കാലമാണ്. അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ എന്ന നിലയിൽ NAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സംസ്ഥാനത്തെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിച്ചു. പക്ഷെ അങ്ങനെ ഒരു നേട്ടം നിലനിൽക്കുമ്പോഴും പക്ഷേ അതിൻ്റെ ഒരു സർവകലാശാലകളുടെ ഭരണത്തിൽ നേരിട്ട് ഇടപെടുന്ന ആളാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഇടപെടുന്നത് വൈസ് ചാൻസലർമാരാണ്. പക്ഷെ വൈസ് ചാൻസലർമാർ നടത്തുന്ന ഒരു തീരുമാനങ്ങൾ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളിലൂടെ കേരളം നീങ്ങുമ്പോൾ ആ ടീം വർക്കിനെ പൊളിക്കാൻ ബോധപൂർവം തങ്ങളുടെ ആശയപരിസരങ്ങളിൽ നിന്നുള്ളവരെ വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിച്ച് അവരെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുകയാണ് ചാൻസലർമാർ ചെയ്തത്. വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട അവർക്കുണ്ട്. മുൻകാലങ്ങളിൽ ഗവർണർമാർ ചാൻസലർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ അവർ കീപ്പ് ചെയ്യുന്ന ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്റ്റൻസ് ഉണ്ട്. അവർ സംസ്ഥാനത്തിൻ്റെ ഒരു ആഭ്യന്തര കാര്യമായി തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. അവർ ഇതിലിങ്ങനെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ കുത്തിത്തിരുകാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് RSSും BJPയും സംഘപരിവാര ശക്തികൾ
ഏറ്റവും അധികം അവരുടെ ആശയപരമായ ഇൻഫിൽട്രേഷൻ നടത്താൻ ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. ആ ഐഡിയോളജിക്കലായിട്ടുള്ള കടന്നുവരൽ അതിന് പരവതാനി വിരിക്കുകയാണ് നമ്മുടെ ചാൻസലർമാർ. അതായത് BJPയും RSSും സംഘപരിവാര ശക്തികളും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, കാവ്യവൽക്കരണം, അതിന് സഹായകരമായ ആശയ പരിസരം സൃഷ്ടിക്കാൻ ഏറ്റവും അധികം പറ്റുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചാൻസലർമാരിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റും അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ശക്തികളും ശ്രമിക്കുന്നത്. പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ട്, ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ചാൻസലറെ മാറ്റാനുള്ള തീരുമാനം, അതായത് ഗവർണറുടെ പദവിയിലുള്ള ആളെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നതിനായി ബില്ല് കൊണ്ടുവരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വൈസ് ചാൻസലർ നിയമനത്തിൽ കൂടുതൽ അധികാരം നൽകുന്ന ബില്ല് കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇതൊന്നും പക്ഷേ ഗവർണർ ഇതുവരെയും പാസ്സാക്കിയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരം കിട്ടുന്ന ബില്ലൊന്നും നമ്മൾ അവതരിപ്പിച്ചിട്ടില്ല. നമ്മൾ നീതിയുക്തമായ രീതിയിലാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. പക്ഷേ ആ ബില്ലുകളൊന്നും തന്നെ സൈൻ ചെയ്യാൻ തയ്യാറാകാതെ അത് ഫ്രീസ് ചെയ്ത് വയ്ക്കുകയും കുറേ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ ബില്ലുകളുടെ അപാകത എന്താണ്, ഏത് ഭാഗത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്നൊന്നും പറയാതെ, അതിനൊന്നും ഉത്തരം തരാതെ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വയ്ക്കുകയും പ്രസിഡൻറ്റിനെ അയക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ചാൻസലർമാരെ കാണാൻ ഞാനും നിയമവകുപ്പ് മന്ത്രിയും പലവട്ടം പോകുകയും അവതരിപ്പിക്കപ്പെട്ട ബില്ലുകളിൽ ഏതു ഭാഗത്താണ് തിരുത്തൽ വരുത്തേണ്ടത് അല്ലെങ്കിൽ ഏതു ഭാഗമാണ് അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് പലതവണ ചോദിച്ചിട്ടും അതിനെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു ഉത്തരം തരാതെ അത് പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായും പൊളിറ്റിക്കലി ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കേരളീയ സമൂഹത്തിൻ്റെ നന്മയല്ല, മറിച്ച് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് അവരുടെ ലക്ഷ്യം. 2 ഗവർണർമാർ ഉള്ള ഘട്ടത്തിലാണ് സർക്കാർ ഗവർണർ രാജ്ഭവൻ പോര് ഭീകരമായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിലൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫൈറ്റിലേക്ക്, നേരിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് മുഖ്യമന്ത്രി ആയാലും മന്ത്രി എന്നുള്ള നിലയിൽ ആർ ബിന്ദു ആയാലും മറ്റു മന്ത്രിമാരും എല്ലാം നീങ്ങുകയായിരുന്നു. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ അവസാനം സുപ്രീം കോടതി വരെ പോയൊരു നിയമ പോരാട്ടം ഉണ്ടാകുന്നു. ടെക്നിക്കൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും അവസാനം ഒരു സമവായത്തിലേക്ക് എത്തുകയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മളങ്ങനെ പോരിനൊന്നും പോയിട്ടില്ല. ഗവൺമെൻറ് വളരെ ഉത്തരവാദിത്തപൂർവ്വമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. പരമാവധി സമവായത്തിനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ യാതൊരു വിധത്തിലും അത്തരം കാര്യങ്ങളിലേക്ക് വരാതെ, ആശയവിനിമയം പോലും നടത്താൻ തയ്യാറാകാതെ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ, അതായത് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിമിനലുകളാണ് എന്നൊക്കെയാണ് ഒരു ഗവർണർ ഇവിടെ പറഞ്ഞു വച്ചത്. സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഒരു ഗവർണർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, MLA-മാരെയോ മന്ത്രിമാരെയോ ഒക്കെ ക്രിമിനൽ എന്ന അഭിസംബോധന ചെയ്യണ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ക്രിമിനലാണോ? അങ്ങനെയൊക്കെ പറയുന്നത് ഒരു കേവല മര്യാദ പോലും പാലിക്കാത്ത രീതിയിലാണ് വാക്കുകളും പ്രവൃത്തികളും അവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായത്. പുതിയ ഗവർണർ, ഇപ്പോഴത്തെ ഗവർണർ വാക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം വളരെ പെരുമാറ്റത്തിലൊക്കെ വളരെ സംയമനപൂർവ്വമാണ് പെരുമാറുക. പക്ഷേ അദ്ദേഹം മുൻപുള്ള ആളെക്കാളും കൂടുതലായിട്ട് അടിമുടി രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും വാക്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സർക്കാരുമായി എപ്പോഴും ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളായിരുന്നു സിസ തോമസ്. സിസ തോമസിൻ്റെ കേസ് ഉണ്ടായിരുന്നു, സുപ്രീം കോടതി വരെ പോയ കേസ്, ശമ്പളം തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ പിന്നീട് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി ഗവർണർ മുന്നോട്ട് വെക്കുന്നു. അതിനെ സുപ്രീം കോടതി തീരുമാനത്തെ പോലും കാത്തു നിൽക്കാതെ സർക്കാർ അത് അംഗീകരിക്കുന്നു. ഡിജിറ്റലിലേക്ക് സജി ഗോപിനാഥിൻ്റെ പേര് സർക്കാർ മുന്നോട്ട് വെച്ച പേര് അംഗീകരിച്ചെങ്കിലും സിസ തോമസ് എന്ന സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരാളെ വെക്കുന്നത് ഒരു വിട്ടുവീഴ്ചയായി മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ചർച്ച പൊതുസമൂഹത്തിൽ ഉയർന്നതിൽ എന്താണ് മന്ത്രിക്ക് അതിൽ വിശദീകരിക്കാൻ കഴിയും? സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ
വൈസ് ചാൻസലർ നിയമനത്തിന് നീതിപൂർവകമായ ഒരു ഫോർമുല പറയുകയും ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം പ്രധാനപ്പെട്ടതാണ് എന്ന നിലയിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ നിയമനത്തിനുള്ള എല്ലാ നടപടികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനു വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോകുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ചാൻസലർ വീണ്ടും പ്രതിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും അപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റും ചാൻസലറും തമ്മിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നതിന് മുമ്പ് ഞാനും നിയമമന്ത്രിയും 2 പ്രാവശ്യം ചാൻസലറെ പോയി കണ്ടു. പക്ഷേ ഞങ്ങളായിട്ട് സംസാരിച്ചാൽ പോരാ എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം പറഞ്ഞു ചീഫ് മിനിസ്റ്റർ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ CM തന്നെ നേരിട്ട് ചെന്നപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയാണ് അംഗീകരിക്കപ്പെട്ടത്. അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അതുമായിട്ട് യോജിച്ചു പോയത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്, നമ്മുടെ സർവകലാശാലകളാണല്ലോ വൈസ് ചാൻസലർമാരില്ലാത്ത ഒരു അനിശ്ചിതമായ അവസ്ഥ അനന്തമായി തുടരുന്നത് നമുക്ക് ഭൂഷണമല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു, അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് തൽക്കാലം തീരുമാനമെടുക്കാം. അപ്പോൾ ഭാവിയിലുള്ള നിയമനങ്ങളിലെല്ലാം ഗവൺമെൻറ്റുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. സജി ഗോപിനാഥിൻ്റെ പേര് ഡിജിറ്റൽ സർവകലാശാല VC ആയിട്ടും സീസ തോമസിൻ്റെ പേര് നിർബന്ധം പിടിച്ചു അദ്ദേഹം KTU വൈസ് ചാൻസലറായും വേണം എന്നുള്ള. സജി ഗോപിനാഥ് എന്നുള്ളത് 2 പേർക്കും യോജിപ്പുള്ളതായിരുന്നു. സീസ തോമസ് നേരത്തെ ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ്റായിട്ടുണ്ടായിരുന്നു. അതായത് അനുമതി ചോദിച്ചിട്ടൊന്നുമല്ല അവരാദ്യം വൈസ് ചാൻസലറായത്. അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ചാൻസലറുടെ ഈ നിർബന്ധം, പിടിവാശി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി സംസാരിച്ച് അവരും കൂടി ഗവൺമെൻറ്റുമായിട്ട് ആശയവിനിമയം നടത്തും എന്നൊക്കെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അംഗീകരിക്കപ്പെട്ടത്. ഇനി അങ്ങനെ ഒരു സമവായത്തിലൂടെയുള്ള വൈസ് ചാൻസലർ നിയമനം നടക്കുമെന്ന് കരുതുന്നുണ്ടോ ഗവർണർ? സ്വാഭാവികമായിട്ടും അടുത്ത മന്ത്രിസഭ വരുമ്പോഴായിരിക്കും അതിന് നടപടികൾ നടക്കുക. എന്തായാലും നിലവിലുള്ള ഗവർണർ തുടരുമല്ലോ. ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു സർക്കാരിനുമായൊരു സമവായം ഗവർണർ ഉണ്ടാക്കും എന്ന് കരുതാൻ കഴിയുമോ? ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം ഈ കോംപ്രമൈസ് എന്ന നിലയിലുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ നിയമനങ്ങളിലും മാന്യമായ നിലയിലുള്ള ആശയവിനിമയം നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം വീണ്ടും ഏകപക്ഷീയമായിട്ട് പോകുക തന്നെയാണ്. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോകുന്നത് തന്നെയാണ് കാണുന്നത്. എന്തായാലും സമവായമെങ്കിലും മിനിമം വേണം. അതായത് ഈ പൊതു സർവകലാശാലകൾക്ക് ചെലവ് ചെയ്യുന്നതെല്ലാം സർക്കാരാണ്. അധ്യാപകർക്കുള്ള ശമ്പളവും അവരുടെ മറ്റ് പദ്ധതികൾക്കുള്ള ചെലവുകളും അടിസ്ഥാന സൗകര്യത്തിനുള്ള സഹായവും ഒക്കെ ചെയ്യുന്ന സർക്കാരുകൾക്ക് അതിലൊരു അവകാശമില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം കൊച്ചിയിൽ വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ചാൻസലർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് അത്തരം ഒരു നിയന്ത്രണ നിർദ്ദേശത്തോടുള്ള അഭിപ്രായം? കേരളത്തിലെ സർവകലാശാലകളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവയുടെ സെക്യുലർ വാല്യൂസാണ്. അതിനെ ഇല്ലാതാക്കുന്ന സമീപനങ്ങളാണ് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം വേണ്ട എന്ന് പറയുന്നത് നിർലോഭം ഈ വർഗീയവൽക്കരണത്തിനും വാണിജ്യവൽക്കരണത്തിനും അരങ്ങൊരുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. മുൻപ് നമ്മുടെ സർവകലാശാലകളിൽ എപ്പോഴൊക്കെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുവോ അപ്പോഴൊക്കെ നല്ല പ്രതിരോധം തീർത്തിട്ടുള്ളത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. ഞാൻ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ച് പറയുന്നതല്ല. നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യ സ്വഭാവത്തിനും ഗുണമേന്മയ്ക്കുമൊക്കെ വേണ്ടി നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അവ വേണ്ട എന്ന് പറയുന്നത് ഈ മേഖലയിൽ ആർക്കും എന്തും ചെയ്യാനുള്ള ഒരവസരമാണ് സൃഷ്ടിക്കുക. ഇതിനിടയിൽ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കാനുള്ളൊരു നീക്കം അത്
ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് പോലും എതിർപ്പുണ്ടാക്കിയതാണ്. നേരത്തെ ഒരുപാട് സമരങ്ങളൊക്കെ സ്വാശ്രയ കോളേജ് വരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ നടന്നതാണ്. അതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങളൊക്കെ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ, ഇവരുടെ ഒരു എതിർപ്പൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പൊതു സർവകലാശാലകളെയും കലാലയങ്ങളെയും വല്ലാതെ ദുർബലപ്പെടുത്തുകയും ശിഥിലീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്വകാര്യ മേഖലയെ വളർത്താനാണ് UDFൻ്റെ കാലത്തൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത സ്വാശ്രയ സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തിയത് ആ സന്ദർഭത്തിലാണ്. പൊതു സർവകലാശാലകളെയും ഗവൺമെൻറ് കോളേജുകളെയും ഒക്കെ ശാക്തീകരിക്കാനായിട്ട് യാതൊരുവിധ നടപടികളും അവർ സ്വീകരിച്ചില്ല. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രയോറിറ്റി സെക്ടറായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കണ്ടുകൊണ്ട് പൊതു സർവകലാശാലകളെയും ഗവൺമെൻറ് കോളേജുകളെയും എയ്ഡഡ് കോളേജുകളെയും ഒക്കെ ശാക്തീകരിച്ചതിന് ശേഷം മാത്രമാണ് സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് ചിന്തിക്കുന്നത്. പഴയ കാലമല്ല, കാലം കുറേ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ മത്സരാധിഷ്ഠിത കാലത്ത്, ഗ്ലോബലൈസേഷൻ തുടങ്ങി ഇപ്പം 35 വർഷങ്ങളൊക്കെ പിന്നീടാണ്, 3.5 പതിറ്റാണ്ട്. ആ മത്സരാധിഷ്ഠിത ലോകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ ഇപ്പോൾ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഇപ്പോൾ കഴിയുന്ന ഒരു സ്ഥിതിയില്ല, പണ്ടത്തെ പോലെയല്ല. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ഒരുപക്ഷെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഏകദേശം മാർച്ച് 7-നോ 8-നോ ഒക്കെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ വിലയിരുത്തും എന്ന് മന്ത്രി മനസ്സിലാക്കി? കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ വികസനം അത് നമുക്ക് പകരം വയ്ക്കാൻ എവിടെയും ഇല്ലാത്തതാണ് രാജ്യത്ത്. അത്രമേൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്തായാലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലായാലും. പണ്ടൊക്കെ ബിസിനസ് വിമുഖ സംസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന കേരളം ഇന്ന് ബിസിനസ് സൗഹാർദ്ദ സംസ്ഥാനം എന്ന നിലയിൽ പോലും രാജ്യത്ത് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പ്രകടമായ മാറ്റം ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് തർക്കരഹിതമായ കാര്യമാണ്. അതുമാത്രമല്ല, ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളായിക്കോട്ടെ അവർക്കൊക്കെ ക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും ക്ഷേമകരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെൻറ്റിന് ഉള്ളത്, ഇടതുപക്ഷത്തിന്. അത് കൃത്യമായിട്ട് പാലിച്ചു പോയൊരു ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ സർവതല സ്പർശിയായിട്ടുള്ള വികസനവും മുന്നേറ്റവും ഈ സർക്കാരിന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്ത് തന്നെ ഓരോ വിശദാംശങ്ങളും ജാഗ്രതാപൂർവം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ 5 വർഷവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് ജനജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വർധനമുണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ അംഗീകരിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മണ്ഡലത്തിൽ വീണ്ടും ഒരു മത്സരത്തിന് മന്ത്രി ഉണ്ടാകുമോ? അങ്ങനെയാണ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെങ്കിലും മണ്ഡലത്തിൽ ഇനിയും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിച്ചേക്കാം. അതെൻ്റെ നാടാണല്ലോ. മന്ത്രി എന്ന തിരക്കൊന്നും മണ്ഡലത്തെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ബാധിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരുന്ന ഒരു MLA ആണെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളുടെ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ കാതുകൊടുത്ത ഒരു ജനപ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മന്ത്രി ആർ ബിന്ദുവാണ് അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ, നേരിട്ട് വലിയ ഗവർണറുമായൊക്കെ വലിയ ഏറ്റുമുട്ടലിലേക്ക് സർക്കാർ പോയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിലുള്ള മന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. എന്തായാലും അടുത്ത ഒരു തവണ കൂടി ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാനുള്ള അവസരം കൂടി ലഭിക്കട്ടെ, കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള എല്ലാ അവസരവും ലഭിക്കട്ടെ. താങ്ക് യു.